നിങ്ങളൊരു ഫോൺ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു കാർ പർച്ചേസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും നമ്മളെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് എന്താണ് ട്രിഗർ ചെയ്യുന്നത്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഉപബോധ മനസ്സ്, അതായത് നിങ്ങളറിയാതെ നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇതിനുള്ള റീസൺ. അതായത് ന്യൂറോ കെമിക്കൽസിൻ്റെ ആക്ഷൻ. ആ ന്യൂറോ കെമിക്കൽസിനെ എങ്ങനെ ട്രിഗർ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മേഖലയാണ് ന്യൂറോ സയൻസ്. ഇപ്പോൾ ന്യൂറോ സയൻസ് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിങ്ങിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇന്ന് അപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഇന്ന് ഓരോരുത്തരും കാണുന്ന പോസ്റ്ററുകളുടെയും അതുപോലെ വീഡിയോസിലും ഉപയോഗിക്കുന്ന കളേഴ്സ്, അതിന് ഉപയോഗിക്കുന്ന ഫോണ്ടുകൾ, സംസാരിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ ആളുകളുടെ മനസ്സിൽ പലതരത്തിലുള്ള ഇമോഷൻസ് ട്രിഗർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻസാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അവരെത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സിമ്പിൾ പോസ്റ്റർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതായത് ശരിയാക്കി തരാം എന്നുള്ള ഒരൊറ്റ വാക്ക്. ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഒരു ബ്ലഡ് സ്പാറ്ററൊക്കെയുള്ള റെഡ് കളറിലുള്ള ഫോണ്ടിലാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ബേസിക്കലി ഫിയർ ആയിരിക്കും. അതായത് എന്താ പറയുക, ആരോ നിങ്ങളെ ശരിയാക്കി തരാം, ഐ വിൽ ഷോ യു എന്നുള്ള തരത്തിലുള്ള ഫീലിംഗ് ആണ് അവിടെ വരിക. ഇനി അതേ വാക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലൂ ഫോണ്ടിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ടിലാണ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഫീലിംഗ് എന്താ വരിക? നിങ്ങളുടെ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ പോവാണെന്നുള്ള പോസിറ്റീവ് ഫീലാണ് കിട്ടുക, അല്ലേ? ഒരേ വാക്ക് രണ്ട് എഴുതുന്ന രീതി മാത്രം, ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഒരു വോയിസോ ഇല്ലാത്ത രണ്ട് പോസ്റ്ററുകൾക്ക് ഇത്രയും ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമാജിൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മളുടെ പർച്ചേസിങ് പാറ്റേണിനെയും അതുപോലെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. ഒരുപാടില്ല എങ്കിലും കുറച്ചൊക്കെ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ആ പ്രോഗ്രാംസിൻ്റെ ടൈറ്റിലിൽ തന്നെ അത് കാണും, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് തന്നെയായിരിക്കും ആ പ്രോഗ്രാമിനെ വിളിക്കുന്നത്. അത്തരത്തിലുള്ള ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് എവിടെയുണ്ടോ അതാണ് നിങ്ങളുടെ ഏതൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് ആദ്യമായി വരുന്ന ആളുകൾക്ക് ആ കോഴ്സ് പ്രിഫർ ചെയ്യാം. അതല്ല, നിങ്ങൾ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഉള്ള പ്രോഗ്രാംസ് നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇതിനി ഇന്നത്തെ കാലത്ത് റെലവൻ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്.